NDA ക്യാമ്പിന് ആവേശം നൽകിക്കൊണ്ടാണ് നിരവധി പ്രവർത്തകരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ അമിത്ഷായോടൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. താളമേളങ്ങളാലും കലാരൂപങ്ങളാലുമൊക്കെ സമ്പന്നമാണ് ഈ റോഡ് ഷോ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന റോഡ് ഷോ. ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരം ശ്രദ്ധേയമാണ്. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV അൻവറാണ്. NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും മത്സരിക്കുന്നു. BJP സംസ്ഥാനത്ത് പ്രസ്റ്റീജ് മത്സരമായി കാണുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. ഇവിടേക്കാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നത്. ആവേശത്തോടുകൂടിയുള്ള വരവേൽപ്പാണ് NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ ഇവിടെ ബേപ്പൂരിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെയും ഈ തുറന്ന വാഹനത്തിൽ കാണാം. അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട് ബേപ്പൂരിൽ നിന്ന്. അജി കുഞ്ഞുമോൻ, റോഡ് ഷോ ഇപ്പോൾ എവിടെ എത്തി? ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് വേണ്ടിയാണ് അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ഇപ്പോൾ റോഡ് ഷോ നടത്തുന്നത്. അത് ബേപ്പൂരിലെ മാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ മാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ ദൂരത്തോട്ടാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. 1.5 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യമുള്ളത്. ആ റോഡ് ഷോയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം അവർക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ 2021 നിയമസഭ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശ് ബാബു തന്നെയാണ് ഇത്തവണയും അവിടെ. പ്രകാശ് ബാബുവിനായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റോഡ് ഷോ നടത്തുകയാണ്. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, KP പ്രകാശ് ബാബുവിനെയും തുറന്ന വാഹനത്തിൽ കാണാം. ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ്. BJP പതാക, പുഷ്പവൃഷ്ടി തുടങ്ങിയവയോടുകൂടി താളമേള രൂപങ്ങളോടുകൂടി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അവിടെ വരവേൽക്കുന്നത്. ഈ റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തമാണുള്ളത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ BJP ക്രമാനുഗതമായി അവരുടെ വോട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ തവണ 26,000-ൽ പരം വോട്ടുകളാണ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നേടിയത്. ഈ റോഡ് ഷോ BJPയുടെ NDAയുടെ ശക്തി പ്രകടനമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. ബേപ്പൂരിൽ BJP അവരുടെ വോട്ട് വിഹിതം ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. തുടർച്ചയായി മൂന്നാം തവണയാണ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ മാത്തോട്ടത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ നടുവട്ടം പാൽ കമ്പനിക്ക് മുന്നിലാണ് അവസാനിക്കുന്നത്. വാദ്യമേളങ്ങളോടെയും കേരളീയ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 3 മണിക്ക് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിൽ 2020 സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പൊതുസമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് 6:15 തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിൻ്റെ പ്രചാരണ സമ്മേളനത്തിലായിരിക്കും അമിത്ഷാ പങ്കെടുക്കുക. ഇന്ന് രാത്രി ഹൈസിന്ത് ഹോട്ടലിൽ നടക്കുന്ന, തിരുവനന്തപുരത്തെ ഹൈസിന്തിൽ നടക്കുന്ന പ്രവാസി പ്രവർത്തക സംഗമത്തിലും അദ്ദേഹം പങ്കെടുക്കും. നാളെ രാവിലെ 11 മണിക്ക് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയും സന്ദീപ് വാചസ്പതിയും ജിൻസ് മോനും CPI സ്ഥാനാർത്ഥി ഇവർ മത്സരിക്കുന്ന ഹരിപ്പാട്ട് സന്ദീപ് വാചസ്പതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. ഹരിപ്പാട്ട് ഗാന്ധി സ്ക്വയർ മുതൽ മാതാ ജംഗ്ഷൻ വരെയാണ് ഈ റോഡ് ഷോ. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന റോഡ് ഷോ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.